സ്ഥലത്തിന്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് ജോസേ ചാണ്ടിച്ചാണ്ടി എന്ത് പറ്റി? ഇനിയും പൊട്ടം കളിച്ച പൊട്ടിക്കും ഞാൻ. ആദ്യം സംഗതി സത്യമാണോ ചോദിക്ക്, കൊല്ലുന്നതൊക്കെ പിന്നീടാകാം. നീ കോടതി എന്നുള്ള എന്താ അമ്മയ്ക്കസ്ക്യൂരി അതുമായിട്ടല്ലടാ നീ സ്ഥലം ഇടപാടിന് വന്നത്. അമ്മിക്കല്ല അരകല്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്തോ അമ്മയ്ക്കസ്ക്യൂരി അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തടി വരാൻ നോക്കണ്ട. നിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രബലം വക്കീലല്ലേ അയാൾ കോടതിയുടെ അമ്മയ്ക്കസ്ക്യൂരിയാണെന്ന് ഹൈക്കോടതിയിൽ നിന്ന് മനോഹരൻ വക്കീൽ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാ. നിങ്ങളോട് ഞാൻ സത്യം പറയാം, എന്റെ കൂടെ വന്നത് പ്രബലം വക്കീല, അത് സത്യ. ഞാനൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞുറപ്പിച്ച സമയത്ത് അയാൾ എന്നെ കാണാൻ വന്നത്. സ്ഥലമിടപാടിന്റെ ABCD പോലും അറിയാത്ത എന്നെ നിങ്ങൾ പറ്റിക്കാതിരിക്കാൻ അയാളും കൂടെ വരാമെന്ന് പറഞ്ഞു. ബന്ധുവാന്ന് പറയാൻ പറഞ്ഞതും അയാളാ. നിയമം അറിയാവുന്ന ഒരാൾ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. അല്ല നിങ്ങൾ പറയുന്ന പോലെ എന്തുവാ അത്? അതൊന്നും എനിക്കറിയില്ല. നീ അറിയാതെ എങ്ങനെയാണ് കോടതിന്ന് പണ്ടാരം പിടിച്ച പേര് എന്തോന്നാണോ? അത് തന്നെ ചാണ്ടിച്ച യവൻ പറയുന്നത് നേരാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതു താല്പര്യ ഹർജിയിന്മേൽ കോടതിക്ക് അമ്മയ്ക്കസ്ക്യൂരിയെ വയ്ക്കാം. പ്രബലൻ വക്കീലായതുകൊണ്ട് അങ്ങനെയും സംശയിക്കാം. അയാൾ ഈ പൊതു താല്പര്യ ഹർജി പോലുള്ള കാശില്ല കേസുകളുടെ ആശാന. അപ്പൊ ഇത് കേസാവോ? അറിഞ്ഞ ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. എന്തായി? പ്രബലം വക്കലിന്റെ വീട് കണ്ടുപിടിച്ചു. പക്ഷെ അയാൾ ഫാമിലിയായിട്ട് മുങ്ങിരിക്ക. എവിടെ പോയെന്ന് അയൽക്കാർക്ക് ആർക്കും അറിയില്ല. ഉടനെ അത് വന്ന് ബോധിപ്പിക്കാൻ വന്നേക്കണം. നല്ല ഉത്തരവാദിത്വം. പോയി അവന്റെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീട് തപ്പിപ്പിടിച്ച് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അവനെ കൊണ്ട് ഇവിടെ വരാവൂ. ചെല. നാളെ ആ റിപ്പോർട്ട് കോടതിയിൽ എത്തിയാൽ ആകെ പ്രശ്നമാണ്. അമ്മയ്ക്കസ്ക്യൂരി എക്സ്ട്രോർഡിനറി ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽ വരുന്നതാ. ജഡ്ജിക്ക് എന്തും ചെയ്യാം. മെസ്സഞ്ചർ വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. പോലീസിന് കോടതിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് വരെ നടത്താം. സത്യം ബെല്ലടിക്കുന്ന കേട്ടില്ലേ? ഈ കേസോടെ പ്രബലം വക്കീൽ പേരെടുക്കുന്ന ഓർക്കുമ്പോഴാ ഒരെണ്ണ അടിച്ചു തന്നെ കാര്യം. ആ മിശ്രയ നാളെ സ്ഥലം എഴുതാൻ വരട്ടെ എന്ന് ചോദിക്കാനാ ഇയാളെ കൊണ്ട്. ചാണ്ടിച്ച ഇങ്ങനെ വെറും വയറ്റി കുടിച്ചോണ്ടെന്ന പ്രശ്നമാ. എനിക്ക് അത്ഭുതം ഉണ്ടെന്ന് അറിയില്ലേ? ഇവിടെ ചിക്കൻ പറയില്ലേ? അയ്യോ ജോസേ, ഇപ്പൊ സാറിന്റെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളാ. ഇനി സാറേ ഉള്ളു നമ്മളെ രക്ഷിക്കാൻ. പോയി ചിക്കൻ ഫ്രൈ വാങ്ങിച്ചോടെ. ചാണ്ടിച്ചായ നമ്മൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ. എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അല്ലേ? അതെ. ഹലോ, സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. നീ ഒരുത്തന അതിനൊക്കെ കാരണം. വരുന്ന വക്കീലാണെന്ന് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ? ചേട്ടാ, ഞാൻ അറിഞ്ഞോ അയാള്. ഞാൻ ഇല്ലായിരുന്നെങ്കിലും കോടതി ഉത്തരവ് പ്രകാരം അയാൾ നിങ്ങളെ കുടിക്കുകയാണേ. ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഞാനിപ്പോ 1-ാം പ്രതിയായില്ലേ? ഇത് ചാണ്ടിച്ച 1-ാം പ്രതിയാവില്ലായിരുന്നോ? ഞാൻ ഉണ്ടാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കോടതിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയല്ലെന്ന് പറയുകയും ചെയ്തു. ഇനി ജഡ്ജിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താനെന്തിനാണോ ജഡ്ജിന്റെ മുഖത്ത് നോക്കണേ? അതും ശരിയാ. നാളെ ഭാര്യയുടെ പേരിലെ ഫൈനാൻസ് കമ്പനി തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലിരുന്നതാ. എല്ലാം പോയി. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? ചാണ്ടിച്ച അതെ, നമുക്ക് ഈ രജിസ്റ്റർ ചെയ്താ രജിസ്റ്റർ ബുക്ക് അങ്ങ് നശിപ്പിച്ചാലോ? അതൊന്നും ശരിയാവില്ല. ബുക്കിനൊക്കെ സീരിയൽ നമ്പർ ഉള്ളതാ. സെക്ഷൻ 201 കുറ്റകൃത്യത്തിന് പുറമെ തെളിവ് നശിപ്പിച്ചതിന് പ്രശ്നം കൂടുതൽ വഷളാവും. ചിക്കൻ ഫ്രൈ ഇതുവരെ വന്നില്ലേ? അതെ, ഞങ്ങൾ എല്ലാരും കൂടെ നാട് വിട്ടാലോ? 82 CRPC 83 CRPC ഇത് രണ്ടും ഉറപ്പാ. പിന്നെ നാളെ മുതൽ പത്രത്തിൽ പടം വരും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പോലീസുകാർ പൊക്കുകയും ചെയ്യും. പോലീസ് താൻ ഈ അലാറൊക്കെ അടിച്ചോണ്ട് വന്ന് മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി പോലീസ് ജീപ്പിന്റെ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവസാനത്തെ വരവൊന്ന് ആഘോഷിച്ചതാ. ഇയാളുടെ ഒരു അല്ല, ഞാൻ ഈ ID കാർഡുകൾ അറ്റസ്റ്റ് ചെയ്തു എന്നല്ലേ ഉള്ളൂ. സെക്ഷൻ 34 സെക്ഷൻ 120B കുറ്റകൃത്യത്തിൽ ചെറിയ പങ്കുള്ളതും കുറ്റം ചെയ്യുന്നതിന് തുല്യമാ. പിന്നെ കുറ്റകരമായ ഗൂഢാലോചന,
അതും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത്. ഇതൊക്കെ അറിയാത്ത എവിടത്തെ പോലീസാണ്. കുറ്റവും ശിക്ഷയൊക്കെ പറഞ്ഞുകൊണ്ട് താനിങ്ങനെ കള്ളു കയറ്റിക്കൊണ്ടിരിക്കുക. ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ചാണ്ടിച്ച. 468, 420, 120B അങ്ങനെ നിറയെ വകുപ്പുകളാ. എല്ലാരും അകത്താ ഉറപ്പാ. പിന്നെ ഫ്ലാറ്റ് കേസ് കൂടി ആവുമ്പോ ചാണ്ടിച്ചാന്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും. ഇതിന്റെ കൂടെ ഇരുമ്പന ശ്രീകുമാരനെ കൊന്ന കാര്യം ഈ ചാണ്ടിച്ചായൻ ആ അമിക്കസ് അയാളില്ലേ അയാളോട് പറയുകയും ചെയ്തു. അതും പറഞ്ഞു. ആ 302 IPC, അതും ബ്രൂട്ടൽ ആൻഡ് കോൾഡ് ബ്ലഡഡ് മർഡർ. കൊലക്കാരെന്ന് ഊരി തരാൻ ഞാൻ കുറെ വേർക്കേണ്ടി വരും. ചിക്കൻ ഫ്രൈ വന്നില്ലേ? എനിക്കറിഞ്ഞൂടാ. ചാണ്ടിച്ചായ, എന്ത് വില കൊടുത്തും നമുക്ക് ഈ കേസ് ഒതുക്കിയേ പറ്റൂ. മറ്റൊരു വഴിയും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ജഡ്ജിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വല്ല ശുപാർശക്കത്തും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഒരു സാമ്പിൾ സിഗ്നേച്ചർ കിട്ടിയാൽ മതി. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ ചാണ്ടിച്ചായ. ചാണ്ടിച്ചായന് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. ചാണ്ടിച്ചായന്റെ എല്ലാ ബന്ധങ്ങളും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കണം. മിശ്രയായിരിക്കും. അല്ല, എണ്ണച്ചെട്ടിയാരാ. സ്ഥലത്തിന്റെ കാര്യത്തിനാ. ഹലോ, അദ്ദേഹത്തിന് ഹൈ BP യാ, കൊടുക്കാൻ പറ്റില്ല. ഒരു ചാണ്ടിയാ. ഞാനാ എന്നെ ലോകത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് SP ആണ് DYSP ആണെന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ കയ്യിൽ ഫോൺ കൊടുത്തില്ലേ? അവരെ ആരെങ്കിലും വിളിക്കേ. SP ഹലോ സാർ, ചാണ്ടിയ. എല്ലാം സുഖമായിരിക്കുന്നു. പക്ഷെ അതിനിടെ ചെറിയൊരു പ്രശ്നം. കോടതിയിൽ നിന്നൊരു അമിക്കസ് ക്യൂരി. സാറേ, അമിക്കസ് ക്യൂരി വന്ന് എനിക്കെതിരെ തെളിവെടുത്തോണ്ട് പോയി. അത് ഹലോ ഹലോ കട്ട് ചെയ്തു. ഒന്നുകൂടെ ട്രൈ. സ്വിച്ച് ഓഫ് ചെയ്തു. SP ഫോൺ ഓഫ് ചെയ്തു. DYSP വിളിക്കേ. നമ്മൾ ആരെ സഹായിക്കാൻ പോകുന്നറിയല്ലോ. വിളിക്കേ. DYSPയുടെ പുതിയ ഫോൺ നമ്പർ ജോസിന്റെ ആണല്ലോ. ജോസേ, ചിക്കൻ ഫ്രൈ വാങ്ങാൻ പോയ ജോസിനെ കാണുന്നില്ലല്ലോ. പരിധിക്ക് പുറത്താന്ന്. ജോസും സാരമില്ല ചാണ്ടിച്ചായ, അവനെ പോലീസ് പൊക്കിക്കോളും. പ്രബല വക്കീലിനെ അന്വേഷിച്ചു പോയ അവന്മാരെ കാണുന്നില്ലല്ലോ. അവന്മാരും മുങ്ങി കാണും. ഇനി നമ്മൾ എന്ത് ചെയ്യും? വക്കീലേ, അമ്മയ്ക്ക് സ്കൂരി ഇനി പറഞ്ഞില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതല്ലേ. കോടതി വരട്ടെ ചാണ്ടിച്ചായ. പരമാവധി കുറ്റം ഞാൻ ഏറ്റെടുക്കാം. മോനെ മാത്യു സേ